ഹലോ ഗൈസ്, അപ്പം ഇന്ന് മുട്ടക്കറി വെക്കാനായിട്ട് പോകുവാണ് കേട്ടോ. അപ്പോൾ ഇതിന്നൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വേറെ ഒന്നല്ല, നമ്മൾ മസാല ഒന്ന് മാറ്റി പിടിക്കുകയാണ്. അപ്പോൾ എപ്പോഴും വെക്കുന്ന പോലെ തന്നെ സബോളയൊക്കെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചുവന്ന് വന്നപ്പോഴത്തേക്കും ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമേ ഉപ്പ് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് അത് അടി പിടിക്കാതെ നോക്കണം കേട്ടോ. ഞാൻ കുറച്ച് നേരം ഇളക്കാണ്ടിരുന്നപ്പോൾ അത് അടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞിട്ട് തക്കാളിയും പച്ചമുളക് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളിയുടെ നീര് ഇറങ്ങിയപ്പോഴത്തേനും അത് ജസ്റ്റ് ഒന്ന് വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ പിന്നെ അടി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് നമ്മൾ പൊടികളൊക്കെ ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പൊടികൾ മല്ലിപ്പൊടി ഇടുന്നുണ്ട്, എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മസാലയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എഗ്ഗ് കുറുമ മസാല. ഞാൻ ഈ ഒരു പൊടി ഞാൻ ഇട്ടിട്ടുള്ള കറി ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നതും വിൽക്കുന്നതും. ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കാണുമ്പോൾ തന്നെ കണ്ടില്ലേ, ആ തക്കാളിയുടെ നീര് ഇറങ്ങിയപ്പോഴത്തേക്കും ഒരു വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുറുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു കറി ഞാൻ ഫസ്റ്റ് ടൈം വെക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ മാത്രമല്ല, ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ എത്ര ചോറ് വയറ് നിറച്ച് നമ്മൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുട്ട നേരത്തെ വേവിച്ച് അതിൻ്റെ തോടെല്ലാം പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ചോറിൻ്റെ കൂടെ നമുക്ക് പൊറോട്ടേൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ ഇതുപോലെ കറി ഉണ്ടാക്കി നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.